നമസ്കാരം. കെ ടി സിയുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ഡിസ്കസ് ചെയ്ത കണ്ടന്റുകളുടെ ക്വസ്റ്റ്യൻ രൂപത്തിലേക്ക് അത് മാറ്റി ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാക്കിയ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, സബ് ട്രഷറികളിലെ ക്യാഷ് ബാലൻസ് ഏറ്റവും ചുരുങ്ങിയത് മാസത്തിൽ എത്ര തവണ സബ് ട്രഷറി ഓഫീസർ ബോധ്യപ്പെടേണ്ടതാണ്? നോക്കുക, സബ് ട്രഷറി ഓഫീസർ സബ് ട്രഷറിയിലെ ക്യാഷ് ബാലൻസ് എത്ര തവണ ബോധ്യപ്പെടണം? അതിപ്പോ ഒരു സ്വയം ബോധ്യപ്പെടലാണ്. അത് KTC പറഞ്ഞിട്ടുണ്ട്. എത്ര തവണ ബോധ്യപ്പെടണം? സബ് ട്രഷറി ഓഫീസർ സബ് ട്രഷറിയിലെ ക്യാഷ് ബാലൻസ് മാസത്തിൽ എത്ര തവണ ബോധ്യപ്പെടേണ്ടതാണ്? ഉത്തരം 2 തവണ. അടുത്ത ചോദ്യം, എത്ര കാലത്തിലൊരിക്കലാണ് ട്രഷറി ഡയറക്ടർ സബ് ട്രഷറികളിലെ ട്രഷറി സേവിങ്സ് ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാൻ ഒരു ടീമിനെ അറേഞ്ച് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അദ്ദേഹം പരിശോധിക്കേണ്ടതെന്ന് തന്നെ പറയാം. അദ്ദേഹം പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ട്രഷറി ഡയറക്ടർ ഇന്ന ട്രഷറി ഓഫീസറുടെ റാങ്കിൽ താഴെ അല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടായിരിക്കും പരിശോധിപ്പിക്കുക. അത് എത്ര കാലത്തിലൊരിക്കലാണ് സബ് ട്രഷറികളിലെ ട്രഷറി സേവിങ്സ് ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കുക? ആര്? ട്രഷറി ഡയറക്ടർ. വൺസ് ഇൻ എ ഇയർ, ഒരു കൊല്ലത്തിൽ ഒരു തവണ. അടുത്ത ചോദ്യം, ഒരു ട്രഷറിയുടെ ക്യാഷ് ബുക്ക് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഒരു ട്രഷറിയുടെ ക്യാഷ് ബുക്ക് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അത് ഹെഡ് അക്കൗണ്ടന്റും കാഷ്യറും കൂടിയിട്ടാണ്. ഹെഡ് അക്കൗണ്ടന്റ് ആൻഡ് കാഷ്യർ അല്ല, ട്രഷറർ. അടുത്ത ചോദ്യം, ഒരു ട്രഷറി അക്കൗണ്ടിൽ കണ്ടെത്തിയ മിച്ചം അല്ലെങ്കിൽ കമ്മിത്തുക, അതിന് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എമൗണ്ട് എന്ന് പറയാം. ഒരു ട്രഷറി അക്കൗണ്ടിൽ കണ്ടെത്തിയിട്ടുള്ള മിച്ചം അല്ലെങ്കിൽ കമ്മിയായിട്ടുള്ള തുക, സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എമൗണ്ട്, എന്ത് ചെയ്യണമെന്നാണ്. അത് രണ്ടായാലും കുറവായാലും കൂടുതലായാൽ എങ്ങനെ വേണം? ആയത് ഡേ ബുക്കിൽ രേഖപ്പെടുത്തണമെന്ന ആൻസർ. ആയത് ഡേ ബുക്കിൽ രേഖപ്പെടുത്തണം. ആൻസർ അതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. കുറവാണെങ്കിലും ശരി, കൂടുതലാണെങ്കിലും ശരി, അത് ഡേ ബുക്കിൽ രേഖപ്പെടുത്തണം. ഇനി അടുത്ത ചോദ്യം, ഓരോ നോൺ ബാങ്കിങ് ട്രഷറിയുടെയും മന്ത്ലി അക്കൗണ്ട്സ് എന്നാണ് ക്ലോസ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോൺ ബാങ്കിങ് ട്രഷറിയാണ്. നോൺ ബാങ്കിങ് ട്രഷറിയുടെ മന്ത്ലി അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക, നോൺ ബാങ്കിങ് ട്രഷറിയാണ്. എന്നാണ്? ആ മാസത്തിന്റെ അവസാന പ്രവൃത്തി ദിവസം തന്നെ ക്ലോസ് ചെയ്യണം. ആ മാസത്തിന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ ക്ലോസ് ചെയ്യണം. ആരുടെ അക്കൗണ്ട്സ്? നോൺ ബാങ്കിങ് ട്രഷറിയുടെ അക്കൗണ്ട്സ്. ഓക്കെ, അടുത്ത ചോദ്യം, ജില്ലാ ട്രഷറിയുടെ അക്കൗണ്ടുകളുടെ മന്ത്ലി ക്ലോസിംഗ് ഏത് തീയതിക്ക് ശേഷമാകാൻ പാടില്ല? ജില്ലാ ട്രഷറിയുടെ അക്കൗണ്ടുകളുടെ മന്ത്ലി ക്ലോസിംഗ് ഏത് തീയതിക്ക് ശേഷമാകാൻ പാടില്ല? അത് പിറ്റേ മാസത്തിന്റെ 6ാം തീയതിക്ക് ശേഷമാകാൻ പാടില്ല. റൂളാണ്. 6ാം തീയതി വരെ അനുവദിച്ചിട്ടുണ്ട്, 6ാം തീയതിക്ക് ശേഷമാകാൻ പാടില്ല. അടുത്ത ചോദ്യം, ജില്ലാ ട്രഷറിയുടെ ചീഫ് ട്രഷറർ കാഷ്വൽ ലീവ് ആണെങ്കിൽ അയാൾ ട്രഷററെയോ സീനിയർ അക്കൗണ്ടിനെയോ താക്കോൽ ഏൽപ്പിക്കേണ്ടതാണ്. എന്തെങ്കിലും നഷ്ടമുണ്ടാവുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ജില്ലാ ട്രഷറിയുടെ ചീഫ് ട്രഷറർ കാഷ്വൽ ലീവ് ആണെങ്കിൽ അയാൾ താക്കോൽ ഏൽപ്പിക്കണമല്ലോ. അപ്പോ ട്രഷററെയോ സീനിയർ അക്കൗണ്ടിനെയോ താക്കോൽ ഏൽപ്പിക്കേണ്ടതാണ് എന്നാണ് റൂള്. എന്നാൽ
എന്തെങ്കിലും നഷ്ടമുണ്ടാവുകയാണെങ്കിൽ, ഇയാൾ പോയി കഴിഞ്ഞ് താക്കോല് ഏൽപ്പിച്ച് പോയതിന് ശേഷം എന്തെങ്കിലും നഷ്ടമുണ്ടാവുകയാണെങ്കിൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണെന്ന് ചോദിച്ചാൽ ഈ താക്കോല് കൊടുത്തയാൾക്ക് തന്നെയാണ്. ചീഫ് ട്രഷറർക്ക് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്തം. അപ്പൊ ഉത്തരം ചീഫ് ട്രഷറർക്ക് എന്ന്. ഇനി അടുത്ത ചോദ്യം, ഒരു ചെക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എത്രാം നമ്പർ ഫോറത്തിലാണ് പ്രിലിമിനറി അക്നോളജ്മെന്റ് നൽകേണ്ടത്? ഒരു ചെക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എത്രാം നമ്പർ ഫോറത്തിലാണ് പ്രിലിമിനറി അക്നോളജ്മെന്റ് നൽകേണ്ടത്? ഫോറം നമ്പർ TR6 ഫോറത്തിലാണ്. അടുത്ത ചോദ്യം, ഒരു ഓഫീസിൽ ക്യാഷ് ലഭിച്ചാൽ എത്രാം നമ്പർ ഫോറത്തിലാണ് റെസീറ്റ് നൽകേണ്ടത്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഏതൊരു ഓഫീസിലും ഒരു പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു TR5 റെസീറ്റ് കൊടുക്കണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോ ഏതൊരാൾക്കും ക്യാഷ് ലഭിച്ചാൽ ആ ക്യാഷ് തരുന്നയാൾക്ക് TR5 റെസീറ്റ് ആണ് കൊടുക്കേണ്ടത്. ആ ഫോറൻ നമ്പർ TR5 ആണ്. ഇനി ഈ പറഞ്ഞ കണ്ടന്റ് വേറൊരു വിധത്തിൽ ചോദിച്ചിരിക്കുന്നു. വെൻ TR6 ഈസ് ഇഷ്യൂഡ്, എപ്പോഴാണ് TR6 ഇഷ്യൂ ചെയ്യുന്നത്? ഒരു ചോദ്യമാണ്. നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ വേറെ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താ? ചെക്ക് റിസീവ്ഡ്, ചെക്ക് കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുക? TR6 നമ്മൾ കൊടുക്കുന്നത്. അപ്പോ എപ്പോഴാണ് TR6 ഇഷ്യൂ ചെയ്തെന്ന ചോദ്യം. അപ്പൊ TR6 നമ്മൾ ഇപ്പൊ പറഞ്ഞ ഒരു ചോദ്യമാണ്. ഒരു ചെക്ക് ലഭിച്ചു കഴിഞ്ഞാൽ TR6 ഒരു പ്രിലിമിനറി അക്നോളജ്മെന്റ് നൽകണമെന്ന് നമ്മൾ പറഞ്ഞതാണ്. അത് തന്നെ വേറെ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് TR6 ഇഷ്യൂ ചെയ്യേണ്ടത്? എപ്പോഴാ? ഒരു ചെക്ക് ലഭിച്ചു കഴിഞ്ഞാൽ. അതാണ് അതിന്റെ ആൻസർ. ഉത്തരം ചെക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്നാണ്. ഇനി വെൻ എ ട്രഷറി received a payment in check, a preliminary receipt may be given in. ഇത് തന്നെ വേറെ രീതി ചോദിച്ചിരിക്കുന്നു. അപ്പൊ ചോദ്യം പ്രധാനപ്പെട്ടാന്ന് മനസ്സിലായില്ല. ഇപ്പൊ മൂന്നാമത്തെ ചോദ്യം ഒരേ സാധനം ഒരേ ഉത്തരമുള്ള മൂന്നാമത്തെ ചോദ്യം, വെൻ എ ട്രഷറി received a payment in check, ഒരു പണത്തിന് പകരം ഒരു ട്രഷറിക്ക് ചെക്ക് കിട്ടി. അപ്പോ പ്രിലിമിനറി റെസിപ്റ്റ് മേ ബി ഗിവൺ ഇൻ, ഏത് ഫോറത്തിലാണ് പ്രിലിമിനറി റെസിപ്റ്റ് കൊടുക്കേണ്ടത്? അപ്പോൾ ഫോറം TR6 കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ ചെക്ക് ഈസ് റിസീവ്ഡ് ഫോർ ഗവൺമെന്റ്, ഗവൺമെന്റിന് വേണ്ടി ഒരു ചെക്ക് കിട്ടിയാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്നാ ചോദ്യം. ചെയ്യേണ്ടത് എന്താ? എ റെസിപ്റ്റ് ഇൻ TR6 ഈസ് ഇഷ്യൂഡ് ടു ദ പാർട്ടി. നോക്കണേ, ഇപ്പൊ ഒരേ ഉത്തരം TR6 ബന്ധപ്പെട്ട 4 ടൈപ്പിലുള്ള ചോദ്യം. എല്ലാത്തിന്റെ ആൻസർ TR6 തന്നെയാണ്. വെൻ എ ചെക്ക് ഈസ് റിസീവ്ഡ് ഫോർ ഗവൺമെന്റ്, അങ്ങനെ ഗവൺമെന്റിന് വേണ്ടി ഗവൺമെന്റിലേക്ക് ഒരു ചെക്ക് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ട്രഷറിയിൽ എന്ത് ചെയ്യണം? റെസിപ്റ്റ് ഇൻ TR6 ഈസ് ഇഷ്യൂഡ് ടു ദ പാർട്ടി. പാർട്ടിക്ക് ഒരു TR6 ടെമ്പററി റെസിപ്റ്റ് കൊടുക്കണം. അടുത്ത ചോദ്യം, ഗവൺമെന്റിന് വേണ്ടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ചെക്ക് ലഭിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന റൂൾ ഏതാണ്? അപ്പൊ ഈ കണ്ടന്റ് വളരെ പ്രധാനപ്പെട്ടാന്ന് അർത്ഥം. ആ റൂള് ചോദിച്ചിരിക്കുന്നു. ഇപ്പോ ഗവൺമെന്റിന് വേണ്ടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ചെക്ക് ലഭിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന റൂൾ ഏതാണ്? ആ റൂൾ എന്ന് പറയുന്നത് റൂൾ 90B KTC വോളിയം 1 ആണ്. റൂൾ 90B, അതായത് റൂൾ 90B KTC വോളിയം 1. ആ റൂളിലാണ് ഗവൺമെന്റിന് വേണ്ടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു ചെക്ക് ലഭിക്കുമ്പോൾ എന്തെല്ലാം നടപടിക്രമങ്ങൾ അയാൾ പാലിച്ചിരിക്കണം എന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി തപാൽ മണി ഓർഡറുകൾ സ്വീകരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, തപാൽ മണി ഓർഡറുകൾ സ്വീകരിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏത് രീതിയിലാണ് ക്യാഷ് ബുക്കിൽ ഉൾപ്പെടുത്തേണ്ടത്? അതാണ് തപാൽ മണി ഓർഡറുകൾ സ്വീകരിക്കുന്ന ഒരു
സർക്കാർ ഉദ്യോഗസ്ഥൻ ഏത് രീതിയിലാണ് ക്യാഷ് ബുക്കിൽ, ആ മണി ഓർഡർ വന്ന് ക്യാഷ് ബുക്കിൽ ഉൾപ്പെടുത്തേണ്ടത്? ഉത്തരം ഇതാണ്. നിർദ്ദേശിച്ചിട്ടുള്ള ഫോമിലുള്ള എംഒകളുടെ രജിസ്റ്ററിൽ അവ രേഖപ്പെടുത്തണം. ആദ്യം മണി ഓർഡറിന് ഒരു രജിസ്റ്റർ ഉണ്ട്. മണി ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിൽ ആദ്യം രേഖപ്പെടുത്തണം. എംഒകൾ അംഗീകരിക്കുമ്പോൾ എൻട്രികൾ ആരംഭിക്കുകയും ക്യാഷ് ബുക്കിന്റെ രസീത് വലതുവശത്ത് ഒറ്റ എൻട്രിയായി ലഭിച്ച ആകെ തുക രേഖപ്പെടുത്തുകയും വേണം. അപ്പോ ഈ എംഒകള്, മണി ഓർഡറുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ എൻട്രി ചെയ്ത് ക്യാഷ് ബുക്കിന്റെ രസീത് വലതുവശത്ത് ഒറ്റ എൻട്രിയായി ലഭിച്ച ആകെ തുക രേഖപ്പെടുത്തുക. അപ്പൊ ആദ്യം രജിസ്റ്ററിൽ ചേർക്കണം, പിന്നെ എംഒ രജിസ്റ്ററിൽ ആദ്യം ചേർക്കണം, രണ്ടാമത് അതെല്ലാം വെരിഫൈ ചെയ്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിൽ ചേർക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. അടുത്ത ചോദ്യം. ഗവൺമെന്റിന് വേണ്ടി പണം സ്വീകരിക്കുന്ന ഏതൊരു ഓഫീസറും വെച്ചു പോരേണ്ട രജിസ്റ്റർ ഏതാണ്? ഗവൺമെന്റിന് വേണ്ടി പണം സ്വീകരിക്കുന്ന ഏതൊരു ഓഫീസറും വെച്ചു പോരേണ്ട രജിസ്റ്റർ ഏതാ? എല്ലാ ഓഫീസിലും വേണ്ട നിർബന്ധമായിട്ട് ക്യാഷ് ബുക്കാണ്. ആൻസർ ക്യാഷ് ബുക്കാണ്. ഇപ്പൊ ക്യാഷ് ബുക്ക് ഓരോ ഓഫീസിന് ഒരു ക്യാഷ് ബുക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ഗവൺമെന്റിന് വേണ്ടി പണം സ്വീകരിക്കുന്ന ഏതൊരു ഓഫീസറും നിർബന്ധമായും വെച്ചുപോരേണ്ട ഒരു രജിസ്റ്ററാണ്. ഉപയോഗിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് പേജ് നമ്പർ ആ ബുക്കിൽ മുഴുവനും ഏറ്റവും മുകളിലായിട്ട് പേജ് നമ്പർ ഇട്ട് ആദ്യ പേജിൽ ഒരു സർട്ടിഫിക്കറ്റ് എഴുതണം. ഈ ബുക്കിൽ ഇത്ര പേജുകളുണ്ട്, ആ പേജുകൾ ക്രമമായി നമ്പർ ഇട്ടിട്ടുള്ളതാണ് എന്ന കാര്യം ആ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സർട്ടിഫൈഡ് ദാറ്റ് ദിസ് ബുക്ക് കണ്ടെയ്ൻസ് 120 pages serially numbered from 1 to 120. അതുപോലെ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് എഴുതി അതിൻ്റെ അടിയിൽ ഈ DDO, അതായത് ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ ആയിട്ടുള്ള ആ ഓഫീസ് ഹെഡ് സൈൻ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് പേജിൽ ചെയ്യേണ്ട കാര്യം. ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ പുറംചട്ടയല്ല, പുറംചട്ടയ്ക്ക് അകത്തുള്ള ആദ്യത്തെ പേജിലാണ് ഈ പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കുക, ക്യാഷ് ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാഷ് ബുക്കിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇനി ഗവൺമെന്റിന് അടുത്ത ചോദ്യം. ഗവൺമെന്റിന് വേണ്ടി പണം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥൻ സൂക്ഷിക്കുന്ന ക്യാഷ് ബുക്കിന്റെ ഫോറൻ നമ്പർ എത്രയാണ്? അതും വളരെ പ്രധാനപ്പെട്ടത്. ക്യാഷ് ബുക്കിന്റെ ഫോറൻ നമ്പർ എത്രയാണ്? ക്യാഷ് ബുക്കിന്റെ ഫോറൻ നമ്പർ എന്ന് പറഞ്ഞാൽ TR7A ആണ്. TR7A. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുമല്ലോ, TR7A ആണ് ഈ ഫോറൻ നമ്പറൊക്കെ നമ്മൾ ഇൻഡെക്സിൽ നിന്ന് കിട്ടും, എങ്കിലും നമ്മളൊന്ന് ഓർമ്മിച്ചു വെക്കുക. അടുത്ത ചോദ്യം. ക്യാഷ് ബുക്ക് വെച്ചു പോരാത്ത ഗവൺമെന്റ് ജീവനക്കാരൻ പണം ഒടുക്കിയ ആൾക്ക് നൽകുന്ന താൽക്കാലിക റെസീറ്റിന്റെ ഫോറൻ നമ്പർ എത്രയാണ്? ക്യാഷ് ബുക്ക് വെച്ചു പോരാത്ത ഗവൺമെന്റ് ജീവനക്കാരൻ, ഞാൻ പറഞ്ഞല്ലോ, ചില ഫോറസ്റ്റ് സ്റ്റേഷനുകളിലൊക്കെ ക്യാഷ് ബുക്ക് വെക്കേണ്ടതില്ല. അവർ നേരിട്ട് അതിന്റെ ഉയർന്ന ഓഫീസിൽ, ക്യാഷ് ബുക്ക് വെച്ചിട്ടുള്ള ഓഫീസിൽ ആ പണം ഏതെങ്കിലും വിധത്തിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ, ട്രഷറിയിൽ അടച്ചിട്ട് ചെലാൻ കൊടുക്കുന്ന ഓഫീസുകൾ ഉണ്ടാവും. പിന്നെ നേരിട്ട് പണം റെമിറ്റൻസ് സ്ലിപ്പ് വഴി അടയ്ക്കുന്ന ഓഫീസുകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അടയ്ക്കുക. അങ്ങനെ എന്ത് തന്നെയായാലും പണം ഒടുക്കിയ ആൾക്ക് നമ്മൾ ഒരു താൽക്കാലിക റെസീറ്റ് കൊടുക്കണം. ആ താൽക്കാലിക റെസീറ്റിന്റെ ഫോറൻ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ താൽക്കാലിക റെസീറ്റിന്റെ ഫോറൻ നമ്പർ TR5A ആണ്. TR5A. അടുത്ത ചോദ്യം. ഗവൺമെന്റിന് വേണ്ടി പണം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥൻ TR7A ക്യാഷ് ബുക്ക് വെച്ച് പോരണം എന്നതിന്റെ റൂൾ ഏതാണ്? KTCയിലെ ഏത് റൂളിലാണ് ഇക്കാര്യം പറയുന്നത്? അതായത് ഏത് കാര്യം? ഗവൺമെന്റിന് വേണ്ടി പണം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥൻ TR7A ക്യാഷ് ബുക്ക് വെച്ച് പോരേണ്ടതാണ് എന്നുള്ള കാര്യം KTCയിലെ ഏത് റൂളാണ് പറയുന്നത്? റൂൾ 92A. 92A KTC വോളിയം 1 അത് പറയുന്നത്. ഒരു
വീഡിയോയ്ക്ക് കൂടി ഒരു വീഡിയോയിൽ തീരുന്നില്ല ഈ ക്വസ്റ്റ്യൻസ്. 34 അപ്പോൾ 15. എന്നാൽ ഈ വീഡിയോയിൽ നമുക്ക് തീർക്കാൻ തോന്നും. നോക്കട്ടെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ഓഫീസിൽ ആരാണ് ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അടുത്ത ചോദ്യമാണ്. ഒരു ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക? ഹെഡ് ഓഫ് ഓഫീസാണ്. ഉത്തരം ഹെഡ് ഓഫ് ഓഫീസാണ് ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ഒരു ഓഫീസിൽ എത്ര ക്യാഷ് ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാം? ഒന്നും പറയാനില്ലല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഒരു ക്യാഷ് ബുക്ക് മാത്രമേ ഒരു ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതല്ല കേട്ടോ. അത് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എടുക്കരുതെന്നല്ല പറഞ്ഞത്. അറ്റ് എ ടൈം ഒരു വോളിയം കഴിഞ്ഞാൽ അടുത്ത വോളിയം എടുക്കാം, അത്രേ പാടുള്ളൂ. അടുത്ത ചോദ്യം, ദ ക്യാഷ് ബാലൻസ് ഇൻ ദ ക്യാഷ് ബുക്ക് ഈസ് വെരിഫൈഡ് ബൈ ദ ഹെഡ് ഓഫ് ഓഫീസ് അറ്റ് ദ എൻഡ് ഓഫ്. ക്യാഷ് ബാലൻസ് ക്യാഷ് ബുക്കിലെ ക്യാഷ് ബാലൻസുമായി ഒത്തുനോക്കണം ഹെഡ് ഓഫ് ഓഫീസ്. എപ്പോ? അറ്റ് ദി എൻഡ് ഓഫ് ദ മന്ത്. ഉത്തരം ഇതാണ്, മാസ അവസാനം. അങ്ങനെ ഒത്തുനോക്കുകയും ആ പേജിന്റെ ക്യാഷ് ബുക്കിന്റെ ആ ബന്ധപ്പെട്ട പേജിന്റെ അടിയിൽ ഹെഡ് ഓഫ് ഓഫീസ് ഒപ്പിടുകയും വേണം. അടുത്ത ചോദ്യം, ക്യാഷ് ബുക്കിൽ ഒരു തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണം? ചോദ്യം കേട്ടോ, പരീക്ഷയ്ക്ക് വന്ന ഇതൊക്കെ. ക്യാഷ് ബുക്കിലെ ഒരു തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് സംഭവിക്കുക? തെറ്റായ എൻട്രി പേന വെച്ച് വരയ്ക്കുക. വരികൾക്കിടയിൽ ചുവന്ന മഷിയിൽ ശരിയായത് എഴുതി ചേർത്ത് ഓഫീസ് മേധാവി ഡേറ്റ് വെച്ച് അറ്റസ്റ്റ് ചെയ്യാം. കഴിഞ്ഞു. ക്യാഷ് ബുക്കിൽ ഒരു തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നാ ചോദ്യം. തെറ്റായ എൻട്രി പേന വെച്ച് ഒരു വര വരയ്ക്കുക എന്ന് വെച്ചാൽ വെട്ടിക്കളയുക എന്നർത്ഥം. കണ്ടമാനം അവിടെ ക്രോസ് ചെയ്യരുത്. ഒരു വെട്ടി വരികൾക്കിടയിൽ കഴിവതും ചോപ്പുമഷി വെച്ചിട്ട് എഴുതി ചേർത്ത് ഓഫീസ് മേധാവി ഡേറ്റ് വെച്ചിട്ട് അറ്റസ്റ്റ് ചെയ്താൽ മതി. കഴിഞ്ഞു. ആ തെറ്റ് ശരിയായി. ഇനി അടുത്ത ചോദ്യം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പണമിടപാട് നടത്തുമ്പോൾ അത് സർക്കാരിന്റെ വരുമാനമല്ല, എന്നാൽ അത് സർക്കാർ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തണം. അത്തരം സാഹചര്യത്തിൽ ഓപ്പൺ ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്? ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പണമിടപാട് നടത്തുന്നു, പക്ഷെ അത് സർക്കാർ റവന്യൂ അല്ല, എന്നാൽ അത് സർക്കാർ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുകയും വേണം. അത്തരം സാഹചര്യത്തിൽ ട്രഷറിയിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ഏതാ? നമ്മളിപ്പോ പറഞ്ഞതാണ് PD അക്കൗണ്ട്. ഉത്തരം PD അക്കൗണ്ട് ഓർ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണരൂപം എന്താ? പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ട്. ആ DDOയുടെ പേരിൽ അത് തുടങ്ങുക. ആ അക്കൗണ്ട് തുടങ്ങുന്ന ആരുടെ പേരിലാണ്? ആ ബന്ധപ്പെട്ട ഹെഡ് ഓഫ് ഓഫീസ് ആയിട്ടുള്ള DDOയുടെ ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർ ആയിട്ടുള്ള ഹെഡ് ഓഫ് ഓഫീസിന്റെ പേരിലാണ് അത് തുടങ്ങുക. അടുത്ത ചോദ്യം, പേഴ്സണൽ ഡിപ്പോസിറ്റ് അതായത് വ്യക്തിഗത നിക്ഷേപം, ഡിപ്പോസിറ്റിൽ നിന്നുള്ള പേയ്മെന്റുകൾ എങ്ങനെ നടത്താം? അത് ചെക്ക് വഴി നടത്താവുന്നതാണ്. അതായത് പറഞ്ഞ ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് പേഴ്സണൽ ഡിപ്പോസിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ PD അക്കൗണ്ട്. PD അക്കൗണ്ടിൽ നിന്നുള്ള പേയ്മെന്റ്, അതായത് PD അക്കൗണ്ടിൽ നിന്ന് നമുക്ക് പണം വേണം. ആ പണം വേണമെങ്കിൽ എങ്ങനെ നടത്താം? ചെക്ക് വഴി. നമ്മൾ ചെക്ക് കൊടുത്താൽ മതി. നമുക്ക് PD അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ചെക്ക് ബുക്ക് കിട്ടും. ആ ചെക്ക് ബുക്കിൽ ചെക്ക് എഴുതി കൊടുത്താൽ നമുക്ക് പണം ആവശ്യമുള്ളപ്പോൾ ആ പണം PD അക്കൗണ്ടിൽ നമുക്ക് പിൻവലിക്കാം. ഈ PD അക്കൗണ്ട് ട്രഷറിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു SB അക്കൗണ്ടിന്റെ അതേ സ്വഭാവം തന്നെയാണ് ഈ PD അക്കൗണ്ടിനുള്ളത്. പിന്നെ ഒരു വെരിഫിക്കേഷൻ റിപ്പോർട്ട് CBC ഒക്കെ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ റീകൺസിൽ ചെയ്യണം മാസം. ഒത്തു നോക്കണം, അതും ഇതും ഒരേപോലെയാ പോകുന്നുള്ള കാര്യം. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ PD അക്കൗണ്ടിൽ നിന്ന് നമുക്ക് പണം എങ്ങനെ പണമിടപാട് നടത്താം? ചെക്ക് വഴി പണം വാങ്ങാം. അടുത്ത ചോദ്യം, റൂൾ 93(4) ഓഫ് KTC വോളിയം 1 പ്രകാരമുള്ള ലാപ്സ്ഡ് ഡിപ്പോസിറ്റുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആരാണ് തയ്യാറാക്കേണ്ടത്? ലാപ്സ്ഡ് ഡിപ്പോസിറ്റുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത് ദ ഓഫീസർ ഹു മെയിൻറ്റെയിൻസ് PD അക്കൗണ്ട്. PD അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓഫീസറാണ് റൂൾ 93(4) ഓഫ് KTC വോളിയം 1 പ്രകാരമുള്ള ലാപ്സ്ഡ് ഡിപ്പോസിറ്റുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടത്. അടുത്ത ചോദ്യം, ചാരിറ്റബിൾ എൻഡോവ്മെന്റുമായി ബന്ധപ്പെട്ട് പിന്തുടരേണ്ട നടപടിക്രമങ്ങൾ ഉള്ള റൂൾ ഏത്? ഇപ്പോൾ ചാരിറ്റബിൾ എൻഡോവ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ട്രഷറി പിന്തുടരേണ്ട അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉള്ള എങ്ങനെയൊക്കെയാ വേണ്ടതെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഏത് ട്രഷറി KTCയിലെ ഏത് റൂൾ പ്രകാരം? റൂൾ 93 ആണത്. റൂൾ 93 പറയുന്നത് ഒന്ന് ചാരിറ്റബിൾ എൻഡോവ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറയുന്നത് റൂൾ 93 KTC വോളിയം 1 ആണ്. ഉത്തരം റൂൾ 93. അടുത്ത ചോദ്യം, ട്രഷറിയിൽ നിന്ന് വ്യക്തിഗത നിക്ഷേപങ്ങളുടെ
എന്ന് പറഞ്ഞാൽ വ്യക്തിഗത നിക്ഷേപം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് PD അക്കൗണ്ട്. പണം ലഭിക്കുന്ന രീതി എങ്ങനെയാണ്? ഒരിക്കലും ഈ ചോദ്യം വന്നതാണ്, വീണ്ടും അതേ ചോദ്യം വന്നിരിക്കുന്നു. ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന ചെക്ക് ബുക്കുകളിലെ ചെക്ക് ലീഫിൽ ക്യാഷ് എഴുതി DDO ട്രഷറി പിന്നെ ആ വാലിഡിറ്റി പീരീഡിനുള്ളിൽ, അതായത് നമുക്ക് ഒരു ചെക്ക് ലാപ്സ് ആകുന്ന 3 മാസത്തിന് എഴുതിയിട്ട് 3 മാസം കഴിഞ്ഞാൽ ചെക്ക് ലാപ്സായി, ആ പീരീഡിനുള്ളിൽ സമർപ്പിച്ച് നമുക്ക് പണം ലഭിക്കും. അപ്പോൾ ട്രഷറിയിൽ നിന്ന് PD അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ പണം ലഭിക്കുക? ചെക്ക് കൊടുത്താൽ മതി, നമുക്ക് PD അക്കൗണ്ടിന് ചെക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യം, ഹൗ മച്ച് ഫീസ് ടു ബി റെമിറ്റഡ് ഫോർ സർട്ടിഫിക്കറ്റ് ഓഫ് ചെലാൻ റെമിറ്റൻസ്? നമുക്കറിയാം, ചെലാൻ അടച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റോ അതിന്റെ കോപ്പിയോ ഒന്നും നമുക്ക് തരില്ല. ചെലാൻ അടച്ച് നമുക്ക് ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ കോപ്പിയോ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റോ ഒന്നും നമുക്ക് കിട്ടില്ല. പകരം എന്ത് കിട്ടും? ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് റെമിറ്റൻസ് ആ കിട്ടുക. സർട്ടിഫിക്കറ്റ് ഓഫ് റെമിറ്റൻസിന് എത്രയാ ഫീസ് ഈടാക്കുന്നതെന്നാണ് ചോദ്യം. 10 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും എന്നത്. എന്ന് ചോദിച്ചാൽ എന്താ? ഇത്തരത്തില് റെസീറ്റോ ഒരു ചെലവനോ നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ കോപ്പിയോ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റോ കിട്ടില്ല. അത്തരം സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? ട്രഷറി ഓഫീസർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് റെമിറ്റൻസ് കൊടുക്കാം. അടുത്ത ചോദ്യം, സർക്കാർ അക്കൗണ്ടിലേക്ക് ലഭിച്ച തുകയുടെ യഥാർത്ഥ രസീത് നഷ്ടപ്പെട്ടാൽ, അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഉത്തരം. ആവശ്യമുള്ളപ്പോൾ റസീദിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നൽകണം. അതായത് റെമിറ്റൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, അത് നൽകാവുന്നതാണ്. അടുത്ത ചോദ്യം, ഭാഗികമായി പണവും ഭാഗികമായി ചെക്കും ഉപയോഗിക്കുമ്പോൾ സെപ്പറേറ്റ് ചെലാൻ ഉപയോഗിക്കണമെന്ന റൂള്. അത് നമ്മൾ റൂളല്ല, കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. ഭാഗികമായി പണം, കുറച്ച് പണമുണ്ട്, കുറച്ച് ചെക്കും ആണെങ്കിൽ, കുറച്ച് പൈസക്കുള്ള ചെക്കും ആണെങ്കിൽ എന്ത് വേണം? രണ്ടിനും 2 ചെലാൻ ഉപയോഗിക്കണം, സെപ്പറേറ്റ് ചെലാൻ ഉപയോഗിക്കണം. അത് ഏത് റൂളിലാണ് പറയുന്നത്? റൂള് 102D 102Dയിലാണ്, KTC വോള്യൂം 1ലാണ് അത് പറയുന്നത്. അടുത്ത ചോദ്യം, ഗവൺമെന്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനുള്ള പേയ്മെന്റുകളോടൊപ്പം എന്തുണ്ടായിരിക്കണം? ഗവൺമെന്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പേയ്മെന്റുകളോടൊപ്പം കോപ്പി ഓഫ് പ്രൊസീഡിങ്സ് ഫോർ സച്ച് പേയ്മെന്റ് എന്തുണ്ടായിരിക്കണം എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു നടപടിക്രമമുണ്ട്, ഒരു പ്രൊസീഡിങ്സ് ഉണ്ടാവും. ആ പണം അടയ്ക്കുന്നത് എന്തിനാണ്, എങ്ങനെയാണ്, ആർക്കാണ്, എവിടെ നിന്നാണ്, എന്തൊക്കെയാണെന്നൊക്കെയുള്ള ഒരു പ്രൊസീഡിങ്സ് ആയിട്ടുള്ള ഒരു കോപ്പി ഓഫ് പ്രൊസീഡിങ്സ് ഫോർ സച്ച് പേയ്മെന്റ്. ഉത്തരം അതാണ്. ഗവൺമെന്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനുള്ള പേയ്മെന്റുകളോടൊപ്പം എന്തുണ്ടായിരിക്കണം എന്ന ചോദ്യം. ഉത്തരം എ കോപ്പി ഓഫ് പ്രൊസീഡിങ്സ് ഫോർ സച്ച് പേയ്മെന്റ്. അടുത്ത ചോദ്യം, TR 12 ചെലാൻ ഫോറത്തിലെ 3ാമത്തെ കോളം എന്താണ്? നോക്കണേ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ചെലാൻ ഫോറത്തിലെ 3ാമത്തെ കോളം ഏതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ചെലാൻ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. അത് 3ാമത്തെ കോളം ഹെഡ് ഓഫ് അക്കൗണ്ട് ആണ്. 1ാമത്തേല് ആളുടെ അഡ്രസ് എഴുതും, 2ാമത്തേല് നമ്മൾ പർപ്പസ് എഴുതും, അല്ലെ? 1ാമത്തേല് ആളുടെ പേരും അഡ്രസ്സും, 2ാമത്തേല് പർപ്പസ്, 3ാമത്തെ ഹെഡ് ഓഫ് അക്കൗണ്ട് ആണ്. അപ്പൊ ഉത്തരം ഹെഡ് ഓഫ് അക്കൗണ്ട് ആണ്, 3ാമത്തെ കോളത്തിൽ എഴുതും. അടുത്ത ചോദ്യം, ഗവൺമെന്റിലേക്കുള്ള പേയ്മെന്റ് പ്രത്യേക മേധാവികൾക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ, അത് പ്രത്യേക മേധാവികൾക്ക് ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഹെഡ് ഓഫ് അക്കൗണ്ട് ആയിരിക്കും. അപ്പൊ എങ്ങനെ വേണം? ഓരോ ഹെഡ് ഓഫ് അക്കൗണ്ടിനും സെപ്പറേറ്റ് ചെലാൻ ഉപയോഗിക്കണം. ചോദ്യം ഇതാണ്, ഗവൺമെന്റിലേക്കുള്ള പേയ്മെന്റ് പ്രത്യേക മേധാവികൾക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ, പല മേധാവികൾക്കായിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന ചോദ്യം. അത് ഓരോ ഹെഡ് ഓഫ് അക്കൗണ്ടിനും സെപ്പറേറ്റ് ചെലാൻ ഉപയോഗിക്കണം എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഭാഗികമായി പണം അടയ്ക്കേണ്ടി വരുമ്പോൾ, ഒന്ന് ക്യാഷ് ഒന്ന് ചെക്ക്, എന്ത് ചെയ്യണം? പേയ്മെന്റ് ഒരു ചെലാൻ ഉൾപ്പെടുത്താൻ കഴിയില്ല. ആൻസർ അതാണ്. ഭാഗികമായി പണം അടയ്ക്കേണ്ടി വരുമ്പോൾ, ഒന്ന് ക്യാഷ് ആയിട്ടും ഒന്ന് ചെക്കായിട്ടും അടയ്ക്കേണ്ടി വരുമ്പോൾ പേയ്മെന്റ് ഒരു ചെലാനിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. കാരണം എത്രത്തോളം തരമുണ്ടോ, ഇപ്പൊ ഒരു ക്യാഷും ഒരു ചെക്കും ആണെങ്കിൽ 2 ചെലാൻ വേണ്ടി വരും. അടുത്ത ചോദ്യം, പണം അടയ്ക്കേണ്ടി വരുമ്പോൾ ചെലാൻ ഹാജരാക്കേണ്ടാത്ത സാഹചര്യങ്ങൾ ഏവ? പണം അടയ്ക്കേണ്ടി വരുമ്പോൾ ചെലാൻ ഹാജരാക്കേണ്ടാത്ത സാഹചര്യങ്ങളുണ്ട്. റേഞ്ച് ഓഫീസർ, അത് ഏതാണെന്ന സാഹചര്യത്തിനൊരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റേഞ്ച് ഓഫീസർ ഔട്ട്ലൈയിങ് സ്റ്റേഷനുകളിൽ ശേഖരിക്കുന്ന ഫോറസ്റ്റ് വരുമാനം ട്രഷറിയിൽ മണി ഓർഡർ മുഖേന അടയ്ക്കാവുന്നതാണ്. അത്തരം പണം അടയ്ക്കലിന് യാതൊരു ചെലാനും ഹാജരാക്കേണ്ടതില്ല.
ഔട്ട്ലൈൻ സ്റ്റേഷനുകളിൽ റേഞ്ച് ഓഫീസർക്ക്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ശേഖരിക്കുന്ന ഫോറസ്റ്റ് വരുമാനം ട്രഷറിയിലെ മണി ഓർഡർ മുഖേന അടയ്ക്കാമെന്നാണ് റൂളുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ചെലാന്റെ ആവശ്യമില്ല, മണി ഓർഡർ ആയിട്ട് അയച്ചാൽ മതി. അടുത്ത ചോദ്യം, ചെലാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദ്യം. ചെലാൻ എന്ന് പറഞ്ഞാൽ സർക്കാർ അക്കൗണ്ടിലേക്ക് പണം അടയ്ക്കുന്നതിനുള്ള ട്രഷറി രേഖയാണ് ചെലാൻ. സർക്കാർ അക്കൗണ്ടിലേക്ക് പണം അടയ്ക്കുന്നതിനുള്ള ട്രഷറി രേഖയാണ് ചെലാൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, റെമിറ്റൻസ് ബുക്ക് ഫോം TR 15 ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു റെമിറ്റൻസ് ബുക്കിനെ കുറിച്ച്. അതിന്റെ ഫോറൻ നമ്പർ 15 TR 15. TR 15 ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അപ്പൊ റെമിറ്റൻസ് ബുക്ക് ആർക്കാ? ഞാൻ ആർക്കാന്ന് നേരത്തെ പറഞ്ഞിരുന്നു. തുടർച്ചയായി പണം ഒടുക്കേണ്ടി വരുന്ന PWD ഓഫീസർ റെമിറ്റൻസ് ബുക്ക് വെച്ച് പോരണം. അങ്ങനെ പണം ഒടുക്കുമ്പോൾ ബുക്കിൽ രേഖപ്പെടുത്താൻ വേണ്ടി കഴിയും. അപ്പോൾ PWD ഓഫീസർമാരാണ്, തുടർച്ചയായി പണം അടയ്ക്കേണ്ടി വരുന്ന PWD ഓഫീസർമാരാണ് റെമിറ്റൻസ് ബുക്ക് വെച്ച് പോരേണ്ടത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത്. ഇപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ക്വസ്റ്റ്യൻസ് കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ KTC കുറച്ചുകൂടി നന്നായി മനസ്സിലാവുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കമന്റുകൾ രേഖപ്പെടുത്തണം. ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.